സുരേഷ് ഗോപിയുടെ മകൻ എന്നതിലപ്പുറം നടൻ എന്ന നിലയിൽ മാധവ് സുരേഷ് മലയാളികൾക്ക് വളരെയധികം സുപരിചിതനാണ്. എന്നാൽ സുരേഷ് ഗോപിക്ക് നേരിടുന്ന ചില വിമർശനങ്ങൾ പലപ്പോഴും മാധവിനെ വേട്ടയാടിയിരുന്നു. എന്നാൽ അതിന് നല്ല ചുട്ട മറുപടി നൽകുന്ന ഒരാളാണ് മാധവ്. സോഷ്യൽ മീഡിയയിൽ ഇതിനൊക്കെ തന്തവൈബ് എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും മാധവിന്റെ കുറിക്കുകൊള്ളുന്ന മറുപടി വളരെ ഇഷ്ടവുമാണ്. ഇപ്പോഴിതാ മാധവിനെതിരെ മറ്റൊരു നീക്കം കേരള പോലീസിൽ നിന്നുണ്ടായിരിക്കുകയാണ്. അമളി പറ്റി എന്ന് തന്നെ പറയാം പോലീസിന്. സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ പോലീസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നടു റോഡിൽ കോൺഗ്രസ് നേതാവുമായി മാധവ് സുരേഷ് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് പോലീസ് എത്തുകയും മദ്യപിച്ചിട്ടുണ്ട് എന്നാരോപിച്ച മാധവ് സുരേഷിനെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നേരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കാണ് മാധവിനെ കൊണ്ടുപോയത്, അതും പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ. എന്നാൽ നടനായ മാധവ് ഒരു മൊടയും കാണിക്കാതെ തന്നെ അതുമായി സഹകരിക്കുകയായിരുന്നു. ഏതായാലും വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെ പോലീസിനും അമളി പറ്റി എന്ന് തന്നെ പറയാം. ഒരു കുറ്റവാളിയെ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകാൻ എന്തു വലിയ തെറ്റാണ് മാധവ് ചെയ്തതെന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ചെറിയൊരു തർക്കം അതാണ് ഈ നിലയിൽ വലിയ രീതിയിൽ വഷളാക്കിയത്. ഏതായാലും മദ്യപിച്ചിട്ടല്ല എന്ന് ഉറപ്പായതോടെ കോൺഗ്രസ് നേതാവും ഈ കേസ് വേണ്ടെന്ന നിലപാടിൽ എത്തിച്ചേരുകയായിരുന്നു. ഇവർക്കിടയിലെ തർക്കത്തിനിടെ ഈ സമയം അവിടെ മറ്റൊരു ചെറിയ അപകടവും ഉണ്ടായി. വെള്ളയമ്പലത്തിൽ നിന്നും ശാസ്തമംഗലത്തേക്ക് വാഹനത്തിൽ വരികയായിരുന്നു വിനോദ് കൃഷ്ണ എന്ന കോൺഗ്രസ് നേതാവ്. KPCCയുടെ മുൻ സെക്രട്ടറിയാണ് വിനോദ് കൃഷ്ണ. ശാസ്തമംഗലം എത്തുന്നതിന് മുമ്പ് യു ടേൺ എടുക്കാം, പക്ഷേ ഈ യു ടേണിലൂടെ വിനോദ് കൃഷ്ണ കടന്നുപോയി. ഈ സമയം ശാസ്തമംഗലത്ത് നിന്നും വെള്ളയമ്പലത്തേക്ക് പോവുകയായിരുന്ന മാധവ് സുരേഷ്. പെട്ടെന്ന് വിനോദ് കൃഷ്ണ യു ടേൺ എടുത്തതിനെ മാധവ് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇവിടെയാണ് തർക്കം തുടങ്ങുന്നത്. വിനോദ് കൃഷ്ണയുടെ വാഹനത്തിനടുത്തേക്ക് കാറിലെത്തി ആക്ഷൻ കാട്ടി എന്തോ പറഞ്ഞു മാധവ് സുരേഷ്. ഇതിനോട് വിനോദ് കൃഷ്ണയും വാഹനം ഓടിക്കുന്നതിനിടെ പ്രതികരിക്കുകയായിരുന്നു. വെറുതെ പോടാ എന്ന തരത്തിൽ പ്രതികരണമായിരുന്നു. ഇതോടെയാണ് വാഹനം കുറുകെയിട്ട് വിനോദ് കൃഷ്ണയുടെ വഴി മാധവ് തടഞ്ഞത്. തെറ്റ് തന്നെയാണോ? ഒരല്പം ധൃതിയും ദേഷ്യവും മാധവിന് കൂടുതലുമാണ്. അച്ഛന് പേരുദോഷം ഉണ്ടാക്കാതെ എടുത്തോണ്ട് പോടാ എന്ന് വിനോദ് കൃഷ്ണ പറഞ്ഞതോടെ പ്രശ്നം രൂക്ഷമാവുകയായിരുന്നു. ശാസ്തമംഗലത്തിന് താഴെയാണ് മാധവിന്റെ വീട്. സംഭവം അറിഞ്ഞ് സുഹൃത്തുക്കളും എത്തി. ഇതോടെ വിനോദ് കൃഷ്ണ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തിയപ്പോൾ മാധവ് മദ്യപിച്ച് അതിവേഗതയിൽ വണ്ടി ഓടിച്ചുവെന്ന് കുറ്റപ്പെടുത്തി. ഉടൻ മാധവിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വിനോദ് കൃഷ്ണയും പോലീസ് സ്റ്റേഷനിലെത്തി. ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ മദ്യപാനം തെളിഞ്ഞില്ല. ഇതോടെ വെറും പെറ്റി കേസ് മാത്രമേ പോലീസിന് എടുക്കാൻ കഴിയുമെന്ന സ്ഥിതിയും വന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് അഭിഭാഷകൻ കൂടിയായ വിനോദ് കൃഷ്ണ ഒത്തുതീർപ്പിന് തയ്യാറായത്. വിനോദ് കൃഷ്ണയുടെ കാറിന് മുന്നിൽ വാഹനം ഇട്ട് ഗതാഗതം ബ്ലോക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ അപകടവും ഉണ്ടായി. വിനോദ് കൃഷ്ണയുടെ കാറിന് പിന്നിലിട്ട വാഹനത്തിൽ ഒരു ഇരുചക്ര വാഹനം വന്നിടിക്കുകയായിരുന്നു. ഇതും കേസാക്കാതെ ഒത്തുതീർപ്പായി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം ശാസ്തമംഗലം ജംഗ്ഷന് സമീപത്ത് ഈ സംഭവം. നിരവധി തട്ടുകടകളുള്ള ഈ സ്ഥലം രാത്രിയിലും വളരെയധികം സജീവമാണ്. ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക് പോവുകയായിരുന്നു നടൻ മാധവ് സുരേഷ്. ഇവിടെ വെച്ച് കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയ്ക്ക് ഈ മേഖലയിൽ ഒരു ഓഫീസ് അടക്കമുണ്ട്. ഇവരുടെ തർക്കത്തെ തുടർന്ന് ആളുകൾ കൂടുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. 15 മിനിറ്റോളം ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. മാധവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിനോദിനോടും പോലീസ് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. വൈദ്യപരിശോധനയിൽ മാധവ് മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തി കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു. പരാതിയില്ലെന്ന് വിനോദ് എഴുതി നൽകിയതിനെ തുടർന്നാണ് മാധവിനെ വിട്ടയച്ചത്. ഈ സമയം മാധവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. മാധവിനെതിരെ വിനോദ് രേഖാമൂലം പരാതി നൽകിയിരുന്നതായി പോലീസ് അറിയിച്ചു. പിന്നീട് ഇരുവരും തമ്മിൽ ധാരണയായതിനാൽ കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു. GD എൻട്രിയിൽ രേഖപ്പെടുത്തി വിട്ടയച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. കോൺഗ്രസിനുള്ളിൽ ചില വിവാദങ്ങളിൽ മുമ്പ് കുടുങ്ങിയ വ്യക്തിയാണ് വിനോദ് കൃഷ്ണ. മകൻ മാധവ് സുരേഷിന്റെ അഭിനയത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവച്ച് സുരേഷ് ഗോപി ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നിരുന്നു. JSKയിലെ മാധവിന്റെ അഭിനയം ആദ്യം കണ്ടപ്പോൾ അത്ര തൃപ്തനായില്ല എന്നും വീണ്ടും കണ്ടപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നിയെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒരു സീനിൽ തന്റെ കഥാപാത്രത്തോട് കയർത്ത് സംസാരിച്ച് ഇറങ്ങിപ്പോകുന്ന മാധവ് ഇന്നലെ എന്ന സിനിമയിലെ തന്റെ കഥാപാത്രമായ ഡോക്ടർ നരേന്ദ്രനെ ഓർമ്മിപ്പിച്ചു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതേസമയം മാധവ് സുരേഷ് ആദ്യമായി അഭിനയിച്ച കുമ്മാട്ടിക്കളി തമിഴ് സംവിധായകനായ വിൻസെന്റ് സെൽവയാണ് സംവിധാനം ചെയ്തത്. മാധവ് സുരേഷിന് ആദ്യമായി നായക വേഷത്തിലെത്തിയ ചിത്രമാണ് ഈ കുമ്മാട്ടിക്കളി.
ഈ ചിത്രത്തിലെ ചില രംഗങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ നടി ലെനയും പ്രധാന വേഷം ചെയ്തിരുന്നു. എന്നാൽ ലെന ഇപ്പോൾ ഈ മാധവ് സുരേഷിനെതിരായ ഈ ട്രോളുകളിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. മാധവിൻ്റെ ആദ്യ സിനിമയാണ് കുമ്മാട്ടിക്കളി. ഒരാളെ ആദ്യ സിനിമയിൽ തന്നെ ട്രോൾ ചെയ്ത് നശിപ്പിക്കരുത്. ഇനി അഭിനയിക്കാൻ ധൈര്യം കാണിക്കരുത് എന്ന നിലയിൽ ട്രോൾ ചെയ്യുന്നത് ശരിയല്ല. അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് മാധവ്. കുറച്ചുകൂടി ബോൾഡ്നെസ് വന്നിട്ടായിരിക്കും മാധവ് തിരിച്ചു വരിക. മാധവിന് താല്പര്യമുണ്ടെങ്കിൽ അവൻ ഇനിയും അവൻ്റെ സ്കിൽസ് പോളിഷ് ചെയ്തു വരും. ആദ്യ സിനിമയിൽ തന്നെ എല്ലാവരും ഹൃതിക് റോഷൻ ആകണമെന്നില്ലല്ലോ. ഇങ്ങനെയാണ് ലെന പ്രതികരിച്ചത്. ഏതായാലും സുരേഷ് ഗോപിയെ പോലെ തന്നെ മാധവിനും ചില ഒരേ സ്വഭാവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരം. നേരത്തെ ഇത്തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ മാധവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില ദേഷ്യ സ്വഭാവങ്ങൾ മാത്രമല്ല, കുറുക്കിക്കൊള്ളുന്ന തരത്തിലുള്ള വാക്കുകളും മാധവിനെ വലിയ ട്രോളുകളിലൊക്കെ ചെന്നെത്തിച്ചിരുന്നു.